ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ കുറ്റവിമുക്തനായത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കേസിലെ പ്രതിപട്ടികയിലുണ്ടായിരുന്ന മുഴുവൻ പ്രതികളെയും ഇന്ന് കോടതി വെറുതെ വിട്ടു. കേസിന്റെ ഭാഗമായി 156 ദിവസത്തോളം അന്യായമായി ജയിലിൽ കഴിയേണ്ടി വന്ന കെജ്രിവാൾ കുറ്റവിമുക്തനായതോടെ അതിവൈകാരികമായാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കേസിൽ ഏകദേശം 530 ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞ മനീഷ് സിസോദിയയും കെജ്രിവാളിനൊപ്പം ഉണ്ടായിരുന്നു. തെളിവുകളില്ലാതെ ഇവരെ കേസിൽ ഉൾപ്പെടുത്തിയതിന് CBIയെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയായിരിക്കെ കെജ്രിവാൾ ജയിലിലായതും രാജിവെച്ചതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടമായതുമെല്ലാം BJP തന്ത്രപരമായി ഒരുക്കിയ കെണിയുടെ ഫലമായിരുന്നു എന്നാണ് ഇന്നത്തെ കോടതി വിധി ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് BJP ഡൽഹിയിൽ അധികാരത്തിലേറിയത് എന്ന ചർച്ചയും വീണ്ടും സജീവമാവുകയാണ്. മദ്യനയ കേസിലെ BJPയുടെ തിരക്കഥയിൽ CBIയും EDയും ആടിത്തകർക്കുകയായിരുന്നു. കാണാം RDX റാപ്പ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ പ്രധാന തുറുപ്പുചീട്ടായിരുന്നു കെജ്രിവാൾ അടക്കമുള്ള AIP നേതാക്കൾക്കെതിരെയുള്ള മദ്യനയ അഴിമതി. ആം ആദ്മിക്കെതിരെയുള്ള BJPയുടെ രാഷ്ട്രീയ ആയുധം തകർന്നടിയുന്ന കാഴ്ചയാണ് ഇന്ന് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ അരങ്ങേറിയത്. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും BRS നേതാവ് K കവിതയും അടക്കം കേസിലെ 23 പ്രതികളും കുറ്റവിമുക്തരായി. CBIയെ രൂക്ഷമായി വിമർശിച്ചാണ് കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടത്. കേസിൽ ഗൂഢാലോചന തെളിയിക്കാനായില്ലെന്നും കുറ്റം ചെയ്തതിന് തെളിവില്ലെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കോടതി വിധി വന്നതിന് പിന്നാലെ അതിവൈകാരികമായാണ് കെജ്രിവാൾ പ്രതികരിച്ചത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ അദ്ദേഹം സത്യം ജയിച്ചുവെന്നും ദൈവം തനിക്കൊപ്പമുണ്ടെന്നും പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ടയാടലാണ് നടക്കുന്നതെന്ന് ആം ആദ്മി പാർട്ടി ആദ്യം മുതൽ ഉന്നയിച്ചിരുന്ന കേസായിരുന്നു ഇത്. ഡൽഹിയിലെ മദ്യവിൽപ്പനയും വിതരണവും നിയന്ത്രിക്കുന്ന സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് കെജ്രിവാളും സിസോദിയയും കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ED ആരോപണം. RBX റാപ്പ് ന്യൂസ് മലയാളം. കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ അതിവൈകാരികമായാണ് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചത്. താൻ അഴിമതിക്കാരനല്ല എന്നും ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് കെട്ടിച്ചമച്ച കേസാണ് ഇതെന്നും അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. मोदी जी ने और अमित शाह जी ने मिलके आजाद भारत का सबसे बड़ा राजनीतिक षड्यंत्र रचा। आम आदमी पार्टी को खत्म करने के लिए आम आदमी पार्टी के सबसे बड़े 5 नेताओं को जेल में डाल दिया गया। എന്തായിരുന്നു കേസ് എന്ന് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. 2021 നവംബറിലാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കെ പുതിയ മദ്യനയം നടപ്പാക്കിയതിനെ തുടർന്നാണ് അതോട് ചേർന്നാണ് ഈ കേസെല്ലാം വന്നത്. ഡൽഹി മദ്യനയത്തിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് ആയിരുന്നു, BJP അല്ല എന്നോർക്കണം. 2022 ജൂണിൽ ഡൽഹി കോൺഗ്രസ് പ്രസിഡന്റ് ചൗധരി അനിൽകുമാർ പോലീസിന് പരാതി നൽകിയതോടെയാണ് ഈ കേസിന് തുടക്കം. BJP സംസ്ഥാന പ്രസിഡന്റ് മനോജ് തിവാരി ലഫ്റ്റനന്റ് ഗവർണർക്ക് തൊട്ടു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകി. ഏകദേശം 1000 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് BJPയുടെ പ്രധാന ആരോപണം ഉണ്ടായിരുന്നത്. അഴിമതിയിലൂടെ ലഭിച്ച പണം ഗോവ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചു എന്ന ആരോപണം കൂടെ അതോട് ചേർത്ത് വെച്ചു. 2022 ജൂലൈ 22-ന് CBI അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ശുപാർശ ചെയ്യുകയായിരുന്നു. CBIയിലേക്ക് അങ്ങനെയാണ് കേസെത്തിയത്. 2022 ഓഗസ്റ്റ് 17-ാം തീയതി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയക്കെതിരെ CBI കേസെടുക്കുകയും ചെയ്തു. മനീഷ് സിസോദിയയുടെയും മറ്റു പാർട്ടി അംഗങ്ങളുടെ വീട്ടിലും CBI റെയ്ഡ് നടത്തുകയുണ്ടായി. 2022 ഓഗസ്റ്റ് 22-ന് CBIയിൽ നിന്നും ED വിശദാംശങ്ങൾ ചോദിച്ചു. EDയും തൊട്ടു പിന്നാലെ പതിവ് പോലെ കേസെടുത്തു. സെപ്റ്റംബർ 6 മുതൽ 16 വരെ രാജ്യത്തെ 35 സ്ഥലങ്ങളിൽ ED വ്യാപകമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തി. സെപ്റ്റംബർ 27-ന് ആദ്യ അറസ്റ്റ്. AAPയുടെ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് വിജയ് നായർ അന്ന് അറസ്റ്റിലായി ആദ്യ ദിവസം. തുടർന്ന് ആദ്യ മാസങ്ങളിൽ മദ്യവ്യാപാരിയും ഇടനിലക്കാരും ഉൾപ്പെടെ നിരവധി പേര് CBIയുടെ പിടിയിലായി. BRS നേതാവ് K കവിതയെയും ED കേസിൽ ഉൾപ്പെടുത്തി. 2024 മാർച്ച് 16-ന് അവരെ K കവിതയെ അറസ്റ്റ് ചെയ്തു. 2024 മാർച്ച് മെയ് 10-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കൊടുത്തു. അതിനു മുമ്പ് പോയക്കാട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതാണ്. 2024 ജൂൺ 2-ന് ജാമ്യം കഴിഞ്ഞ് തിരികെ വീണ്ടും ജയിലിൽ അദ്ദേഹം എത്തുകയായിരുന്നു. അങ്ങനെയാണ് ജയിൽവാസം ഇത്രയും നീണ്ടത്. 2024 ജൂൺ 26-ന് ജയിലിലെത്തി കേസിൽ CBI അറസ്റ്റ് രേഖപ്പെടുത്തിയായിരുന്നു. CBIയുടെ അറസ്റ്റ്. 2024 ജൂലൈ 26-ന് ED കേസിൽ ഇടക്കാല ജാമ്യം അദ്ദേഹത്തിന് അനുവദിച്ചു.
2024 സെപ്റ്റംബർ 13 CBI കേസിൽ സുപ്രീം കോടതി ജാമ്യം. ഇതോടെ അദ്ദേഹം പൂർണ്ണമായും പുറത്തേക്ക് വന്നു. ഇത്രയുമാണ് ഉണ്ടായത്. ഇപ്പോൾ എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുകയാണ്. 21 പ്രതികളുണ്ടായിരുന്നു. 21 പേരെയും കോടതി വെറുതെ വിട്ടു. അതായത് എന്ന് വെച്ചാൽ അതിൻ്റെ പ്രാഥമിക കാര്യത്തിലേ ഉള്ളൂ. പക്ഷേ അതായത് ഈ കേസില്ലായിരുന്നെങ്കിൽ അവിടെ ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ ഉണ്ടായിരുന്നേനെ, അല്ലേ? അതെ, അതായത് ഇത് ചെറിയ കാര്യമല്ല. കാരണം രാജ്യ തലസ്ഥാനം ഉൾപ്പെടുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ഒപ്പം ആ പാർട്ടിയുടെ പ്രധാന നേതാക്കൾ, മന്ത്രിമാർ, അവരെ ഒരു നയപരമായ തീരുമാനം ആ സർക്കാർ സ്വീകരിച്ചതിൻ്റെ പേരിൽ അതായത് ഒരു പോളിസി മേക്കിങ്ങിനെ സ്കാമായിട്ട് വിലയിരുത്തിക്കൊണ്ട് അത് വലിയ അഴിമതിക്ക് വഴിതെക്കുന്ന ഒരു ഗൂഢാലോചനയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആയുധമായി പ്രവർത്തിക്കുന്ന CBI, ആ CBIയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു, ജയിലിൽ അടയ്ക്കുന്നു. അതും ചെറിയ കാലമൊന്നുമല്ല, ദീർഘമായ കാലം ജയിലിൽ കിടക്കേണ്ടി വരുന്നു. ആ കേസ് തന്നെ നിൽക്കുന്നതല്ല എന്നിപ്പോൾ കോടതി പറയുക. കോടതി സമ്പൂർണ്ണമായി CBIയുടെ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുകയാണ്. അതായത് അവരുടെ എക്കണോമിക് ഇല്ലിറ്ററസി വരെ കൃത്യമായി സൂക്ഷ്മമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ അങ്ങ് പറഞ്ഞു പോവുകയല്ല ചെയ്തത്. അതായത് ഇതിനുള്ള വിവരമില്ല ഇവർക്ക് എന്ന് തന്നെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല, ഇത് അന്വേഷിച്ചവർക്കെതിരെ അന്വേഷണം നടത്തണം, ആ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സനീഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കേരളത്തിൽ പല നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നു, പോളിസി മേക്കിംഗ്. അതാണല്ലോ ഒരു സർക്കാരിൻ്റെ എന്തിനാണ് ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ, ഒരു സംവിധാനത്തിൽ, ഒരു സംസ്ഥാനത്ത് സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ്? അത്തരത്തിലുള്ള പോളിസി മേക്കിങ്ങിനാണല്ലോ. അവർ ആ പോളിസി രൂപീകരിക്കുന്നു, മദ്യനയം രൂപീകരിക്കുമ്പോൾ ഇത് അഴിമതിയാണ് എന്ന് തീരുമാനിച്ച് അറസ്റ്റ് ചെയ്യാനും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ തന്നെ പിടിച്ചകത്തിടാനും ഉള്ള സാധ്യത അതിലുണ്ട് എന്ന് എന്തായാലും CBI അല്ല കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ്, രാഷ്ട്രീയ പദ്ധതിയാണ്, അതിൻ്റെ ഭാഗമായുള്ള അറസ്റ്റാണ്. ആ കാര്യത്തിൽ ഇപ്പോൾ ആർക്കും തർക്കമൊന്നുമില്ല. ഇപ്പം നമ്മൾ പറഞ്ഞു എന്ന് പറയേണ്ടതില്ല. കോടതികളടക്കം പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൂട്ടിലടച്ച തത്തയാണെന്നും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ടൂളായിട്ട് പണിയെടുക്കുകയാണെന്നും ഒക്കെ കോടതി വിമർശിച്ചിട്ടുണ്ട് ഈ CBIയെ. ആ CBI ഇവിടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്തിരുന്നു മാത്രമല്ല, ഇവർക്ക് രാഷ്ട്രീയമായി വകവരുത്താൻ ആരൊക്കെയുണ്ടോ അവരെ എല്ലാം തെരഞ്ഞു പിടിക്കാനുള്ള സാധ്യത കൂടി കണ്ടെത്തുകയാണ്. ഇവിടെ കവിതയെ TRSൻ്റെ നേതാവ് കവിതയെ പിടിച്ചകത്തിടുന്നു, എല്ലാ സാധ്യതയും പ്രയോഗിക്കുകയാണ്. അതായത് ഇല്ലാത്ത ഒന്നിൻ്റെ പേരിൽ എങ്ങനെയാണ് ഈ കേസ് ഫ്രെയിം ചെയ്യുന്നത്, എന്തിൽ നിന്ന് എന്തിലേക്കാണ് പോയത്? സനീഷ്, ഇത് കേരളം കൂടെ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട് ഇതിനകത്ത്. എന്താണ്? അപ്രൂവർമാരുടെ മൊഴിയെ അമിതമായി വിശ്വസിച്ചുകൊണ്ട് കേസിൽ അറസ്റ്റുകൾ രേഖപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ കേരളത്തിലൊക്കെ ചില അന്വേഷണങ്ങളും അറസ്റ്റുകളും നടക്കുമ്പോൾ ആഘോഷിക്കുന്നതിൻ്റെ ഒരു വശം ഇതുകൂടിയാണ്. ഈ കേസ് അന്തിമ വിധി വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നത് നമ്മൾ കാത്തിരുന്ന് കാണണമെന്ന് പറയുന്നത്. കാരണം ഈ അപ്രൂവർമാർ എന്തെങ്കിലുമൊക്കെ ഒരു വിധി, എന്തെങ്കിലും ഒരു മൊഴി കൊടുത്താൽ ആ മൊഴിയെ അപ്പാടെ വിശ്വസിച്ചിട്ട് അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്ന ഒരാൾ അയാൾ കൊടുക്കുന്ന മൊഴിയെ മാത്രം വിശ്വസിച്ച് അറസ്റ്റ് ചെയ്യുക. എവിഡൻസ് ഇല്ല, തെളിവുകളില്ല, തെളിവുകൾക്ക് അപ്പുറം മൊഴികൾ മാത്രം അടിസ്ഥാനമാക്കി നടത്തിയ ഒരു നീക്കത്തിൻ്റെ ബാക്കിയാണ് ഈ കേസിൻ്റെ ഇപ്പോഴത്തെ ഈ വിധി എന്ന് പറയുന്നത്. ഇപ്പോൾ കോടതി അപ്പീൽ പോകുമെന്നൊക്കെ CBI പറയുന്നുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങളെല്ലാം സൂക്ഷ്മമായ വിമർശനങ്ങളാണ്. ഈ വിമർശനങ്ങളെല്ലാം നിലനിൽക്കത്തക്കതാണ്. ഇതിനെ അതിജീവിക്കണമെങ്കിൽ CBI നന്നായി വിയർക്കും. അപ്പോൾ ഈ കാര്യങ്ങളിൽ അതായത് ഒരു അരവിന്ദ് കെജ്രിവാൾ എങ്ങനെയാണ് വന്നതെന്ന് നമുക്കറിയാമല്ലോ. അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്വാധീനം എവിടെയാണെന്ന് നമുക്കറിയാം. എന്താണ്? അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കും എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. അദ്ദേഹത്തിൻ്റെ സമരത്തോട്, അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങളോടൊക്കെ ശക്തമായി വിയോജിപ്പുള്ള ആളാണ് ഞാൻ. ആ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കി അവിടെ അണ്ണാ ഹസാരയ്ക്കൊപ്പം 2G സ്പെക്ട്രം സമരകാലത്ത് അവിടെ വലിയ സമരമൊക്കെ സംഘടിപ്പിക്കുന്നു. അദ്ദേഹത്തോട് വിയോജിപ്പ്, അദ്ദേഹം അഴിമതിക്കെതിരെ സമരം നടത്തിക്കൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ സംവരണ വിഷയത്തോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തോടുള്ള വിയോജിപ്പാണ് ഞാൻ പറഞ്ഞത്. അതായത് അദ്ദേഹം യൂത്ത് ഫോർ ഇക്വാലിറ്റിയുടെ ആളായിട്ടൊക്കെ രംഗത്ത് വന്നയാളാണ്. പിന്നീട് അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം അഴിമതിക്കെതിരായ സമരമുഖത്ത് ശക്തമായി നിൽക്കുന്നു, അതിൻ്റെ നേതാവായി വളരുന്നു. അദ്ദേഹം ലാളിത്യത്തിൻ്റെയും സാധാരണക്കാരൻ്റെയും മധ്യവർഗത്തിൻ്റെയും ഒക്കെ പ്രതിനിധിയായി അങ്ങനെ നിന്ന നിപ്പിൽ വളരുന്നു. ഇപ്പോഴും പഞ്ചാബ് പോലെ ഒരു വലിയ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പാർട്ടി. അപ്പോൾ ഗോവ പോലെ, പഞ്ചാബ് പോലെ, ഡൽഹി പോലെ നിർണായകമായ സ്ഥലങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നു. കേരളത്തിലടക്കം പലരും ആ പാർട്ടിയിൽ പോവുകയും വരികയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടു. നിർണായകമായ വോട്ട് ശതമാനം നേടാൻ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ പോലും കഴിഞ്ഞിരുന്നു ആം ആദ്മി പാർട്ടിക്ക്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തെ വളർത്തിക്കൊണ്ടുവന്ന നേതാവ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരമോന്നത നേതാവിനെ പിടിച്ചകത്തിട്ടല്ല സംവിധാനത്തെ തീർത്തു കളയാം എന്നുള്ള ചിന്ത
അതിൽ നിന്ന് മാത്രമാണ് ഒരു പോളിസിയെ, ഒരു നയപരമായ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തെ സ്കാമാണ് എന്ന് വരുത്തിക്കൊണ്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നത്. അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചതിന് ശേഷം ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എങ്ങനെയൊക്കെയുള്ള അടർത്തിയെടുക്കലുകളാണ് പിന്നീടുണ്ടായത്. അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ പിന്നീട് ഏതെല്ലാം തലത്തിലാണ് ഉയർന്നു വന്നത്, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതായത് അരവിന്ദ് കെജ്രിവാൾ അവിടെ ശക്തനായി ഡൽഹിയിൽ, അതായത് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്, ആ സർക്കാരിന്, അതിനെ നയിക്കുന്ന പാർട്ടിക്ക് എതിരായി പ്രവർത്തിക്കുന്ന, ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവ് അവിടെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ആ സമയത്ത് വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്തിരുന്നു. എന്താണ്? പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ട ചില ഇടപെടലുകളും നീക്കങ്ങളും നടത്തി, ഒരുമിച്ച് മത്സരിക്കാനുള്ള സാധ്യതകൾ ആരാഞ്ഞു. ഇതെല്ലാം നടക്കുന്നതിനിടയ്ക്കാണ് അദ്ദേഹത്തെ പിടിച്ച് അകത്തിടുന്നത്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിലിൽ കിടക്കേണ്ടി വരുന്നു. അദ്ദേഹം പലതരത്തിൽ അതിനോട് ഫൈറ്റ് ചെയ്യാൻ നോക്കി, ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നടത്തിക്കൊണ്ടു പോകാനുള്ള സാധ്യതയെല്ലാം അദ്ദേഹം ആരാഞ്ഞു. പക്ഷേ അതൊന്നും നടപ്പായില്ല. ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നതിനനുസരിച്ച് ഈ അന്വേഷണം എന്നത് എവിടെയെങ്കിലും എത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. അതായത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തണം എന്ന ആവശ്യം പോലും എവിടെയെങ്കിലും എത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവിടെ അല്ല ഇതിൻ്റെ തലച്ചോറിരിക്കുന്നത് എന്നതാണ് പ്രശ്നം. ഇപ്പോൾ ഏതെങ്കിലും 4 ഉദ്യോഗസ്ഥരുടെ ആലോചനയിൽ പിറന്ന ഒരു കേസ് എന്ന നിലയ്ക്ക് ഇതിനെ കാണാൻ കഴിയില്ല. ഈ അന്വേഷണം എവിടെ വരെ പോകും, എവിടെ വരെ തലസ്ഥാനത്ത് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഈ ഒരാവശ്യവുമില്ലാതെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ പിടിച്ച് അകത്തിട്ട ഒരു കേസിൽ അന്വേഷണം എവിടെ വരെ പോകും? എങ്ങും പോകാൻ പോകുന്നില്ല. അത് കോടതി ഇത്തരത്തിൽ ആവശ്യപ്പെട്ടാലും ആ അന്വേഷണം ഒരു പരിധിയിൽ അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത് താല്പര്യങ്ങളുടേതാണ്. ഇത് അടിയന്തരാവസ്ഥ കാലത്തിന് സമാനമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഏത് മുഖ്യമന്ത്രിമാരെ വേണമെങ്കിലും, ഏത് ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരെ വേണമെങ്കിലും ഇങ്ങനെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പോളിസിയുടെയൊക്കെ പേരിൽ വേണമെങ്കിൽ പിടിച്ചകത്താം. ഇവിടെ ഓരോ സംസ്ഥാനങ്ങളും, പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ, അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: എന്ത് അഴിമതി ആരോപണം ഉന്നയിച്ച് ആരെ വേണമെങ്കിലും പിടിച്ചകത്തിടാം. അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട. 6, 7, 8 മാസം കഴിഞ്ഞ്, ചിലപ്പോൾ 2, 2.5 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങി കേസ് നടത്തി ഇതുപോലെ മൈക്കിന് മുന്നിൽ വന്ന് പൊട്ടിക്കരയാം. അതാണ് കറക്റ്റ്. ആ പൊട്ടിക്കരഞ്ഞത് പക്ഷേ നന്നായി. കാരണം അതിൽ രാഷ്ട്രീയക്കാരനായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ സങ്കടം കൊണ്ട് തന്നെ കരഞ്ഞായിരിക്കും. പക്ഷേ രാഷ്ട്രീയക്കാരനായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ ആ സമയത്ത് കണ്ടു. ഇവർ സാധാരണഗതിയിൽ ഇനിയൊരു പക്ഷേ തിരിച്ച് ഇവർ ചെയ്ത കാര്യങ്ങൾക്കുള്ള ശിക്ഷ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന് ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് എനിക്കത് കണ്ടപ്പോൾ തോന്നി. ഇതിനകത്ത് ഈ ഡേർട്ടി പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറയില്ലേ, ഡേർട്ടി പൊളിറ്റിക്സ് എന്നത് ദേശീയ തലത്തിൽ ഇത്രക്ക് വ്യക്തമാക്കി തന്ന മറ്റൊരു സംഭവം സമീപകാലത്തില്ല. അതിൻ്റെ കാരണങ്ങളെല്ലാം ഹർഷൻ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഈ സംസ്ഥാനം നല്ല നിലക്ക് ഭരിക്കുക, അതുവരെ കണ്ടിട്ടില്ലാത്ത തരം ഭരണത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോവുക, സാധാരണക്കാരന് ഈ മഹാനഗരത്തിൻ്റെ മൂലയിലായിപ്പോയ സാധാരണ മനുഷ്യർക്ക് ഈ മൊഹല്ലകളും ആരോഗ്യ സംവിധാനങ്ങളും എല്ലാം കൊടുത്തൊരു സർക്കാർ. ഇതിനോട് അദ്ദേഹം തോൽപ്പിച്ചു വന്ന ഷീലാ ദീക്ഷിതിനെയാണ്. ഇതിനോട് കോൺഗ്രസിനുള്ള കലിപ്പിലൂടെയാണ് ഈ കാര്യം ആദ്യം വരുന്നത്. പക്ഷേ നമ്മൾ ദേശീയ തലത്തിൽ ആദ്യം കാണുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അതായത് കോൺഗ്രസ് ചെയ്യുന്നു, BJP അത് വൃത്തിയായിട്ടും വലുതായിട്ടും ചെയ്യുന്നു. കോൺഗ്രസ് ചെറിയ മട്ടിലെടുക്കുന്ന ഒരു ഐഡിയ ചെറിയ മട്ടിലെടുക്കുന്ന സിനിമയെ ബാഹുബലി ടൈപ്പാക്കുന്നു BJP. അപ്പോൾ അതാണ് നമ്മളവിടെ കണ്ടത്. ഡേർട്ടി പൊളിറ്റിക്സ് ഇന്ന് സ്കൂൾ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, NCERT ഇപ്പോൾ കോടതികളെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസിക്കൽ കേസാണ് ഇത് എന്ന് പറയണം. അതായത് ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ കേസ് ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ ഭരിക്കുന്നുണ്ടാകുമായിരുന്നു. ഇതിൻ്റെ മുകളിലാണ് അവരവരുടെ സർക്കാരിനെ പടുത്തുയർത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ഡേർട്ടി പൊളിറ്റിക്സ് കളിയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞ് ഞാനങ്ങ് നിർത്താം ഹർഷ. അതായത് കോടതി ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ കൂടെ കോടതി നിർണായകമായൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ക്രിമിനൽ ഗൂഢാലോചന കേസ് നിലനിൽക്കില്ല എന്ന് പറയുമ്പോൾ CBIയുടെ കുറ്റപത്രത്തിലെ ആരോപണങ്ങളിൽ ഒന്നായിട്ട് സൗത്ത് ഗ്രൂപ്പ്, സൗത്ത് ലോബി എന്ന് പ്രയോഗിക്കും. K. കവിതയും പിന്നെ ഒരു അവിടുത്തെ MP ഉണ്ട്, അദ്ദേഹം മകുണ്ട ശ്രീനിവാസ റെഡ്ഡു എന്നിവർ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇത് വെച്ച് സൗത്ത് ലോബി, സൗത്ത് ഗ്രൂപ്പ് എന്ന് ആവർത്തിച്ച് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ കോടതി ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രാദേശികമായിട്ടുള്ള ഒരു സംഗതിയെ വെച്ചിട്ട് ഇങ്ങനെയൊരു വാക്ക് കോയിനേജ് ചെയ്യാൻ പറ്റുന്നത്? ആരാണ് നിങ്ങളോടത് പറഞ്ഞത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനമാണ് യൂണിറ്റിയും ഈക്വാലിറ്റിയും. അപ്പോൾ നിങ്ങളുടെ കേസിൽ 1 2 പ്രതികളുണ്ട്. ആ പ്രതികൾ കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ എവിടെ നിന്നോ ആയിക്കോട്ടെ. പക്ഷേ അതിനെ എങ്ങനെയാണ് സൗത്ത് ഗ്രൂപ്പ് എന്ന് നിങ്ങൾക്ക് കോയിൻ ചെയ്യാൻ പറ്റിയത് എന്ന് കോടതി ശരിയാവണ്ണം ചോദിച്ചു. നോക്കൂ ഹർഷ, അപ്പോൾ അത് നമുക്ക് വ്യക്തമാക്കി തരുന്ന കാര്യം എന്താണ്? ഈ CBIയും ഈ EDയും, ഇതിപ്പോൾ എവിടെയാണ് CBI, എന്താണ് അവർ ചെയ്യുന്നത്? BJP സംഘപരിവാര അനുകൂലികളായിട്ടുള്ള ഈ യൂട്യൂബ് ചാനലുകളില്ലേ, അവർ പ്രയോഗിക്കുന്ന വാക്കുകളാണ് സൗത്തും നോർത്തും ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട്. ഇതാ
ദേശീയത എന്ന് വെച്ചാൽ ഈ നോർത്തിലുള്ള ഈ ഹിന്ദി ബെൽറ്റിലെ BJP പാർട്ടി നയിക്കുന്ന ഇതാണ് ഇന്ത്യയുടെ ആകെ ദേശീയത. അതിനെതിരെ നിൽക്കുകയാണ് ഈ സൗത്തിലെ ഗ്രൂപ്പ്. അവരുടെ കൾച്ചറൽ വ്യത്യസ്തകളടക്കമുള്ള സംഗതികൾ അവർ വെച്ചിരിക്കുന്നത് യഥാർത്ഥ ദേശീയതയെ തള്ളിപ്പറയാനാണ്. എന്നുവെച്ചാൽ BJP ആണ് ദേശീയതയുടെ ഈ റീറ്റെയിലറായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്താണ് ഹോൾസെയിലായിട്ട് നടത്തുന്ന ആളുകൾ. ബാക്കി അവരോട് എതിർക്കുന്ന ആളുകളെല്ലാം സൗത്ത് ഈ ഡിവിഷൻ ഉണ്ടാക്കുന്നത് ഇവരോട് ആഭിമുഖ്യം കാണിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽസും രാഷ്ട്രീയ നിരീക്ഷകരുമാണ്. ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഷയാണ് CBIക്ക്. ആലോചിച്ച് നോക്കൂ. അതായത് CBI കൂട്ടിലടച്ച തത്തയാണ്, ഇവരുടെ ആയുധമാണ് എന്നൊക്കെ പറയുമ്പോൾ അതെത്രമാത്രം വ്യക്തമായിരിക്കുന്നു ഈ കേസിൽ എന്ന് ആലോചിച്ച് നോക്കൂ. കോടതി തന്നെയും ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇതിനകത്ത് 2 പേര് അല്ലെങ്കിൽ 3 പേര്, 24 പേരിൽ 3-4 പേര് സൗത്തിൽ നിന്നുള്ള ആളുകളാണെന്ന് തന്നെ വെക്കുക. ഈ കേസ് ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. എങ്ങനെയാണ് സൗത്ത് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഇതിനകത്ത് കോയിനേജ് ചെയ്ത് വരുന്നത്? നിങ്ങളൊരു നിയമം അനുശാസിച്ചിട്ട് ഭരണഘടനയും നിയമവും പരിപാലിച്ചിട്ട് അതിനടിസ്ഥാനത്തിൽ പോകേണ്ടുന്നൊരു അന്വേഷണ സംവിധാനത്തിന് എങ്ങനെയാണ് ഈ ഹെയ്റ്റിൽ വിദ്വേഷാധിഷ്ഠിതമായിട്ടുള്ള ഈ യൂട്യൂബ് ചാനലുകളുടെ ഭാഷ വരുന്നത്? നമ്മുടെ സംവിധാനങ്ങൾ കറപ്റ്റഡ് ആയിരിക്കുന്നു ഹർഷ എന്നതിന് മറ്റൊരു തെളിവ് വേണ്ട. ഭാഗ്യത്തിന് ഈ കേസിൽ കോടതി, ഞാൻ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച എടുത്തപ്പോൾ പറഞ്ഞു, കോടതി ചിലയിടങ്ങളിലെങ്കിലും ഈ നമ്മുടെ ഭരണഘടനയുടെ കരുത്ത്, നമ്മുടെ ഭരണഘടനയുടെയും നിയമത്തിൻ്റെയും കരുത്ത് ചിലപ്പോഴെങ്കിലും കോടതി കാണിക്കുകയാണ്. അതുകൊണ്ട് കോടതി സൂക്ഷ്മത സ്പർശിയായിട്ട് നോക്കിയിട്ട് ഇങ്ങനൊരു സംഗതിയെ കണ്ടെത്തി. ഇത് ഡിവിഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടെ ഇതിനകത്ത് ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. നമ്മുടെ സംവിധാനങ്ങളെ കറപ്റ്റ് ചെയ്യുക, അങ്ങേയറ്റം കറപ്റ്റ് ചെയ്യുക, അതിനകത്ത് നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമായിട്ട് ഡൽഹിയിലെ സംഭവം നിൽക്കും. ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇത് എല്ലാവർക്കും, ഹർഷൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ എല്ലാവർക്കും പഠിക്കാനുള്ള കാര്യം ഇതുണ്ട്. ഇതിൻ്റെ സങ്കടകരമായൊരു കാര്യം, കോൺഗ്രസ് ആണ് ഇതെല്ലാം തുടക്കമിട്ട് കൊടുത്തത് എന്നത് അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള കേജ്രിവാളിനെതിരെ ആദ്യം രംഗത്ത് വരുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. ദീർഘകാലത്തെ നിയമ പോരാട്ടത്തിന് ശേഷം മദ്യനയ അഴിമതി കേസിൽ വന്ന ഈ വിധി ആം ആദ്മി പാർട്ടിക്ക് രാഷ്ട്രീയ കരുത്ത് പകരുന്നതാണ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ടയാടലാണ് നടന്നത് എന്ന ആരോപണം ശരിവെക്കുക കൂടിയാണ് കെജ്രിവാൾ അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കിയ ഈ വിധി. ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെടുക മാത്രമല്ല, കെജ്രിവാളും മനീഷ് സിസോദിയും അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ അന്യായമായി ജയിലിൽ കഴിഞ്ഞ കേസ് കൂടിയാണിത്. അതായത് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന നേതാക്കളെ പിടിച്ച് ജയിലിലടക്കാൻ മോദി സർക്കാരിന് വലിയ അധ്വാനമൊന്നുമില്ല എന്ന് ചുരുക്കം. സാങ്കേതികമായി CBI രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമാണ് ഇവരെ കുറ്റവിമുക്തരാക്കിയതെങ്കിലും ഈ വിധി ആം ആദ്മി പാർട്ടിക്ക് നൽകുന്ന ഊർജ്ജം ചെറുതല്ല. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര ഏജൻസികൾ എങ്ങനെയാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെയും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെയും ഉന്നം വെച്ചത് എന്നതുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ എത്ര നേതാക്കളായിരുന്നു അന്ന് ED അന്വേഷണം നേരിട്ടത്? എത്ര പേരായിരുന്നു രാത്രിക്ക് രാത്രി BJPയുടെ ഓഫീസിലെത്തിയത്? ED അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പേടിച്ച് BJPയിൽ അംഗത്വമെടുത്തവർ ഇന്ന് ഉന്നത സ്ഥാനങ്ങളിലെത്തിയതിനും അവർക്കെതിരെ ഉന്നയിച്ചിരുന്ന കേസുകൾ തേഞ്ഞുമാഞ്ഞു പോയതിനും BJPക്ക് വഴങ്ങാത്തവർ നിരന്തരം വേട്ടയാടപ്പെട്ടതിനും ഈ രാജ്യം സാക്ഷിയാണ്. ആളുകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും അല്ലാത്തവരെ ജയിലിലടക്കാനും അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനും BJP ശ്രമിച്ചു എന്ന ആരോപണത്തിൻ്റെ ശക്തമായ തെളിവ് കൂടിയാണ് ഇന്ന് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ നടന്നത്.